ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെൽഫ് സ്റ്റഡി ടെക്നിക്കാണ്. അതായത് കേരള PSC നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു സെൽഫ് സ്റ്റഡീസ് ടെക്നിക്കാണ്. എനിക്ക് എങ്ങനെയാണ് ഒരു അഡ്വൈസ് വന്നിട്ടുള്ളത്, എനിക്ക് ഒരു എക്സാമിൻ്റെ അഡ്വൈസ് വന്നിട്ടുണ്ട്. എക്സാം ഏതാണെന്നോ ഏത് പോസ്റ്റാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തോളം ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് വീട്ടിൽ പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റിയ സൗകര്യമുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ, എനിക്ക് എപ്പോഴും ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു പ്രഷർ, പഠിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് പ്രഷറൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ് എൻ്റെ PSC സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തോളം ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സിന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. 3 ഡേയ്സ് ആയിരുന്നു ക്ലാസ്. ട്യൂസ്ഡേ ഇല്ല, മൺഡേ ഉണ്ട്, വെനസ്ഡേ ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്. അങ്ങനെ ആഴ്ചയിൽ 3 ഡേയ്സ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ അത് നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു PSCയുടെ കോമ്പറ്റീഷൻ ലെവൽ എത്രയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിലൂടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല കോമ്പറ്റീഷനുള്ള, അതായത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന നല്ല കുട്ടികളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു വാശി, അതുപോലെ നമുക്ക് ആ കോമ്പറ്റീഷൻ ലെവൽ എത്ര ഉണ്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം എനിക്കും നല്ല മാർക്ക് കുറവായിരുന്നു. എക്സാംസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ്, 10, 20, 25, 30 നെഗറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മാർക്ക് വളരെ കുറവായിരുന്നു. 10 മാർക്ക്, 15 മാർക്ക് അങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് കയറി വരും. നമ്മൾ അങ്ങനെയാണ് ഒരു സ്റ്റഡി ഇത് വരുന്നത്. അപ്പോൾ ഒരു വർഷത്തോളം ഞാൻ കോച്ചിങ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സെൽഫ് സ്റ്റഡി ടെക്നിക്കാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പം നിങ്ങൾ കോച്ചിങ്ങിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് PSC ഏതെങ്കിലും ഒരു എക്സാം, നല്ലൊരു എക്സാം തന്നെ, നല്ലൊരു പോസ്റ്റ് തന്നെ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്മാർട്ട് സ്റ്റഡി ആൻഡ് സിലബസ് ബേസ്ഡ് സ്റ്റഡി. അതായത് നമുക്ക് സിലബസിനെ കുറിച്ച് നമ്മൾ ഏത് എക്സാമാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ 10th മെയിൻസ് ആണെങ്കിൽ അതിനൊരു 10th മെയിൻസ് എക്സാമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേകമായിട്ടൊരു സിലബസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രിലിംസ് കിട്ടാൻ ഒരു സിലബസ് ഉണ്ടാവും. അതുപോലെ മെയിൻസിന് വേണ്ടി ഒരു സിലബസ് ഉണ്ടാവും. ഈ സിലബസ് നമുക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് സിലബസ് എന്നുള്ളത്. മാത്രമല്ല സ്മാർട്ട് സ്റ്റഡി ആയിരിക്കണം. അതായത് നമ്മൾ ഒരുപാട് വാരി വലിച്ച് കുറേ പഠിക്കുക എന്നുള്ളതല്ല. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനോടൊരു എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. PYQസിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഏത് ഏരിയയാണ് നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മൾ ഭയങ്കര വീക്കായിട്ടുള്ള ഏരിയസ് നമ്മൾ ഒരുപാട് ടൈം എടുത്ത് പഠിക്കണം. ഇപ്പോൾ മാത്സിന് വീക്കുള്ള ആൾക്കാരാണെങ്കിൽ മാത്സ് നന്നായിട്ട് പഠിക്കണം. കാരണം 10 മാർക്കാണ് മാത്സിൽ വരുന്നത് 10th മെയിൻസൊക്കെ ആകുമ്പോൾ. അതിലും മാർക്ക് വരുന്നത് ഇപ്പം ഡിഗ്രി പ്രിലിംസൊക്കെ ആണെങ്കിൽ 20 മാർക്കോളം മാത്സ്, 20 മാർക്കോളം ഇംഗ്ലീഷ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏതാണോ നമ്മൾ വീക്കായിട്ടുള്ളത് ആ ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്ത്, മാത്രമല്ല വീക്കായ ഭാഗവും അതുപോലെ തന്നെ ഒരുപാട് PSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗവും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് തീരെ പറ്റില്ല, നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും നടക്കാത്ത ഭാഗമാണ്, അതിന് PSC വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നുള്ള ഭാഗമാണെങ്കിൽ നമ്മൾ അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇമ്പോർട്ടൻസാണ് നമുക്ക് PSC എക്സാംസിലുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ സോൾവ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, നമ്മളിപ്പോൾ 10th മെയിൻസ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന 10th മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക.
അതിൽ നമുക്കറിയാത്ത ഭാഗങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആദ്യം നമ്മൾ മൊത്തമായിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക, നെഗറ്റീവ്സ് എത്ര വന്നു എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, പഠിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ INC ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സപ്പോസ് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ INC നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ INC എന്ന ഭാഗം നമ്മൾ നന്നായിട്ട് അപ്പം തന്നെ നമ്മൾ കവർ ചെയ്ത് പോവാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്, അത് ഏത് ഏരിയ എന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കിയിട്ട് ആ ഏരിയ നമ്മൾ തറവാക്കി പോവുക. മെല്ലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ കഴിയും. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ദിവസവും അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർഷം മുമ്പേ ഉള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും മിനിമം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതുമാത്രമല്ല ചില ഏരിയാസിന് PSC ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ISROൻ്റെ ഇപ്പോൾ ചന്ദ്രയാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആദിത്യ L1 അങ്ങനെയുള്ള കുറച്ച് ബഹിരാകാശ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പുതിയ പോസ്റ്റുകൾ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ അങ്ങനെയുള്ള പുതിയ പോസ്റ്റുകൾ, അതുപോലെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ അധ്യക്ഷന്മാരാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. കറണ്ട് അഫയേഴ്സ് ഓരോ ഇപ്പം ഞാനിപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങുകയാണ് ഞാൻ ചെയ്യേണ്ടത്. ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ എഴുതി വെച്ച് പഠിക്കുക. മാത്രമല്ല ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഓരോ ദിവസത്തെ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ഒരു വർഷം മുമ്പുള്ളതേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു മാസം, ഇപ്പം ഞാൻ ഈ ഒരു 2025 ജനുവരിയിലാണ് എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ 2025 ഇപ്പോൾ ഏതാ മാസം മെയ്യിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ 2024 മെയ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും 2024 ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2024 ജനുവരി 1 മുതൽ 10 വരെയുള്ളത് മാത്രം ആദ്യത്തെ ദിവസം പഠിക്കുക. ആ ഒരു രീതിയിൽ കുറച്ച് കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ മൊത്തം കവർ ചെയ്ത് പഠിച്ചു പോവുക. പിന്നെ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇപ്പം 2024 ജനുവരിയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അന്ന് വന്നിട്ടുള്ള പോസ്റ്റിങ്ങുകളായിരിക്കില്ല, ഇപ്പം മാറിയിട്ടുണ്ടാവും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ ഇങ്ങനെ എല്ലാ പോസ്റ്റുകളും മാറിയിട്ടുണ്ടാകും. ഇതെല്ലാം നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കണം. അടുത്തത് SCRTക്ക് ഇന്ന് PSCയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ SCRT നമ്മൾ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ചെയ്ത് ഇത് മൊത്തം വേണം. ഇപ്പം ഒരു കാലത്തുണ്ടായിരുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. നമ്മൾ SCRT പഠിക്കുമ്പോഴും നമ്മൾ സെലക്റ്റഡ് ആയിട്ട് പഠിക്കണം. അതായത് പുരാതന കാലത്തത് അതൊന്നും നമ്മുടെ ശരിക്കും ഇപ്പോഴത്തെ സിലബസിൽ അങ്ങനെ ഇല്ല, 10th മെയിൻസിലൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് മധ്യകാലം, അതുപോലെ പണ്ടുള്ള സംസ്കാരങ്ങളൊക്കെ ഇല്ലേ, സിന്ധു നദീതട സംസ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ PSC അധികം ചോദിച്ചു വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും സോഷ്യൽ സയൻസ് ആയാലും നമ്മൾ കറക്റ്റ് പഠിച്ചു പോകേണ്ടതാണ്. അത് നമ്മൾ വീണ്ടും പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് PSCയിൽ മുന്നേറാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് SCRT ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരുന്നത്. ഇപ്പം പുതിയ SCRT ആണ് വന്നിട്ടുള്ളത്. 5, 7, 9 ക്ലാസ്സുകളിലൊക്കെ ഇപ്പം പുതിയ പാഠപുസ്തകമാണ്. ഇനി അടുത്ത വർഷമാകുമ്പോൾ 6, 8, 10 ക്ലാസ്സുകളിലും മാറും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് SCRT കംപ്ലീറ്റ് ചെയ്ത് പോകണം. നെക്സ്റ്റ് കണക്റ്റഡ് ഫയൽസ് ഞാൻ പറഞ്ഞല്ലോ, PYQ അതിൻ്റെ കണക്റ്റഡ് ഫയൽസ് നമ്മൾ പഠിച്ചു പോകണം. ഇത്രയും. പിന്നെ സ്മാർട്ട് റിവിഷൻ ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 30 ദിവസം മുമ്പ് വരെ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പഠിച്ച് പോകാം. ഇപ്പം 30 ദിവസം മുമ്പ് എങ്കിലും നമ്മൾ റിവിഷൻ മീൻസ് എക്സാമിന് വേണ്ടിയുള്ള സ്മാർട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ മറ്റേത് നമ്മൾ ഇത്രയും കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് റിവിഷനും ചെയ്യേണ്ടതുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയാലും SCRT ആയാലും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഏരിയാസ് സിലബസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് സിലബസ് ബേസ് ചെയ്തിട്ട്
നമ്മൾ ഓരോ ഏരിയാസ് പഠിക്കുന്നുണ്ടെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്തും അതൊന്ന് ജസ്റ്റ് ഓടിച്ചെങ്കിലും പോകണം. എന്നാൽ മാത്രമേ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കുള്ളൂ. കാരണം ഒരുപാട് വർഷങ്ങളും എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരുപാട് എന്തൊക്കെയോ പല കാര്യങ്ങളും നമുക്ക് മെമ്മറൈസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ റിവിഷൻ ചെയ്ത് പോകണം. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് ഒരു 30 ദിവസമെങ്കിലും നമ്മൾ ലാസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും നമ്മൾ ഒരു സ്മാർട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു മെയിൻ എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ 25 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. 10th മെയിൻസിൻ്റെ ഒരു റിവിഷൻ സ്റ്റഡി പ്ലാനാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു 25 ദിവസം നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഞാൻ അതിലേറ്റവും കൂടുതലായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രോപ്പർ റിവിഷൻ തന്നെ നടക്കും. മാത്രമല്ല പിന്നെ ലാസ്റ്റ് ഈ 5 ദിവസം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം PSCക്ക് ഓരോ കോർ ടോപ്പിക്സ് ഇങ്ങനെ PSC ഇടും. അതായത് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, അതല്ലാതെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ ഭരണഘടന, പ്രധാന നിയമങ്ങൾ, കേരള ഗവേണൻസ്, ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്സിൻ്റെയും മാരത്തോൺ ഉണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചാനലിലുണ്ടാവും. നല്ല ലോങ് ആയിട്ടുള്ള മാരത്തോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് 5 ദിവസം ചെയ്യേണ്ടത് ഈ ഒരു മാരത്തോൺ മാത്രം കാണുക. ഞാനങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ മാരത്തോൺ മാത്രം അവസാനം ഞാൻ ഈ പറഞ്ഞ 30 ദിവസം മുമ്പ് നമ്മൾ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് 25 ദിവസം ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു റിവിഷൻ പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5 ദിവസം മാരത്തോണും കണ്ട് അത് നല്ലൊരു റിവിഷനാണ്. മാരത്തോണിലൂടെ നമുക്ക് മൊത്തം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ രാത്രിയൊന്നും അധികം ഓവറായി ടെൻഷൻ അടിച്ച് അങ്ങനെ പഠിക്കൊന്നും വേണ്ട. കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ട് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും PSC ക്രാക്ക് ചെയ്യാൻ കഴിയും. താങ്ക് യു.